മനഃശുദ്ധി ഉണ്ടായാൽ ഇച്ഛാശക്തി നേടിയെടുക്കാം. അപ്പോൾ മനഃശുദ്ധി എന്താണ്? രാഗദ്വേഷാദികളുടെ ഇല്ലായ്മയാണ് മനഃശുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ചില കാര്യങ്ങളോടോ വ്യക്തികളോടോ അനുഭവങ്ങളോടോ അമിതമായ ആകർഷണമോ ആഗ്രഹമോ വെറുപ്പോ അവയെ ഒഴിവാക്കി നിർത്താനുള്ള പ്രവണതയോ ഒക്കെയാണ് രാഗദ്വേഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ ഇല്ലാതിരിക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാവുന്നത്. ഇവയുടെ ശക്തി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മനസ്സ് അന്തർമുഖമായി ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങും. ഇങ്ങനെയുള്ള ഭാവം മനസ്സിലുണ്ടായാൽ തന്നെ മനസ്സ് രാഗദ്വേഷങ്ങളുടെ കയ്യിലെ പാവയായി മാറും. പിന്നീട് അതിനനുസരിച്ച വിവിധ തരത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടായി വരും. ഓരോ നിമിഷം ഓരോ പുതിയ പുതിയ ചിന്തകൾ. അങ്ങനെ മനസ്സ് പല ചിന്തകളിൽ വ്യാപരിക്കുമ്പോൾ ഒന്നിലും പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരും. അതായത് നമ്മുടെ ഉള്ളിലുള്ള വിവിധ തരത്തിലുള്ള വികാരങ്ങളാണ് രാഗദ്വേഷങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വികാരങ്ങൾ പുതിയ ചിന്തകൾ ഉണ്ടാക്കും. ഈ ചിന്തകൾ പല വിധത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടാക്കും. അവ നമ്മുടെ ഓരോ പ്രവൃത്തിയെയും പ്രതികരണങ്ങളെയുമെല്ലാം പല വിധത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങും. അതിനാൽ മനസ്സിലുണ്ടാവുന്ന ഓരോ വികാരങ്ങളെയും ശ്രദ്ധിച്ച് അവ നല്ലതാണെങ്കിൽ മാത്രം അവയെ അവിടെ തുടരാൻ അനുവദിക്കുക.